ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പാർട്ട്ണർഷിപ്പ് മാനേജ്മെന്റിനെക്കുറിച്ചാണ്. അതായത് ബിസിനസ്സിലെ പങ്കാളിത്തം വെറും ഊഹങ്ങളുടെ പുറത്ത് മുന്നോട്ട് കൊണ്ടുപോകാതെ കൃത്യമായ ഡേറ്റ ഉപയോഗിച്ച് എങ്ങനെ വിജയകരമാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ചില പാർട്ട്ണർഷിപ്പുകൾ നല്ലതാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അതുകൊണ്ട് ശരിക്കും ബിസിനസ്സിന് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കൃത്യമായൊരു ഉത്തരമുണ്ടാവില്ല. ഈ ചോദ്യത്തിനാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. വെറും തോന്നലുകളുടെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം നമ്പറുകൾ വെച്ച്, ഡേറ്റ വെച്ച് ഒരു പാർട്ട്ണർഷിപ്പ് എത്രത്തോളം വാല്യൂ തരുന്നുണ്ടെന്ന് എങ്ങനെ അളക്കാമെന്ന് നോക്കാം. അപ്പോ നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം പാർട്ട്ണർഷിപ്പുകളിലെ സാധാരണ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ KPI സ്കോർ കാർഡ് എന്നൊരു അടിപൊളി ടൂള് പരിചയപ്പെടാം. അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് അളക്കേണ്ടതെന്നും കിട്ടിയ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കാമെന്നും കാണാം. അവസാനം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. പാർട്ട്ണർഷിപ്പുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിന്റെ യഥാർത്ഥ ഗുണം എന്താണെന്ന് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാറില്ല. ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാനുള്ള ഒരു സൊല്യൂഷനാണ് പാർട്ട്ണർഷിപ്പ് സ്കോർ കാർഡ്. ഇത് നമ്മുടെ സഹകരണങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ടൂളാണ്. ഈ സ്കോർ കാർഡ് മനസ്സിലാക്കുന്നതിന് മുൻപ് എന്താണൊരു KPI എന്ന് സിമ്പിളായിട്ട് പറയാം. KPI അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. നമ്മളൊരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം അടുത്തു എന്ന് അളക്കാനുള്ളൊരു സ്കെയില്, അത്രയുള്ളൂ. ഈ സ്കോർ കാർഡ് ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ. വെറും 3 സ്റ്റെപ്പുകളേയുള്ളൂ. ആദ്യം നമുക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുക, അതായത് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുക. അവസാനം ആ കിട്ടിയ വിവരങ്ങൾ നോക്കി ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. സിമ്പിൾ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് എന്തൊക്കെയാണ് നമ്മൾ അളക്കേണ്ടത്. ആദ്യം നമുക്ക് പണത്തിന്റെ കാര്യവും കസ്റ്റമേഴ്സിന്റെ കാര്യവും നോക്കാം. നമ്മൾ ഡാറ്റയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 2 തരമുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ്, അതായത് എന്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ, കൃത്യമായ നമ്പറുകൾ. ഉദാഹരണത്തിന് എത്ര രൂപയുടെ സെയിൽസ് നടന്നു. രണ്ടാമത്തേത് ക്വാളിറ്റേറ്റീവ്. ഇത് എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെ പറഞ്ഞു തരും. അതായത് പാർട്ട്ണറുമായുള്ള സഹകരണം എത്രത്തോളം സ്മൂത്തായിരുന്നു. ഇതൊരു ഫീലിംഗ് ആണ്, നമ്പറല്ല. അപ്പോ ഏതൊരു ബിസിനസ്സിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിനാൻഷ്യൽ KPIകൾ. സിമ്പിളായി പറഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പ് കൊണ്ട് നമുക്ക് ലാഭമുണ്ടോ, എത്ര വരുമാനം കിട്ടി, ചെലവെത്ര കുറയ്ക്കാൻ പറ്റി, നമ്മൾ മുടക്കിയ പണത്തിന് എന്ത് റിട്ടേൺ കിട്ടി, ഇതൊക്കെ നോക്കിയാലേ ബിസിനസ് മുന്നോട്ടു പോകുമോ എന്ന് പറയാൻ പറ്റൂ. പണം മാത്രം പോരല്ലോ അല്ലേ, നമുക്ക് വളർച്ചയും വേണം. മാർക്കറ്റിൽ നമ്മുടെ സ്ഥാനം എന്താണ്, ഈ പാർട്ട്ണർഷിപ്പ് കാരണം പുതിയ കസ്റ്റമേഴ്സ് വന്നോ, നമ്മുടെ മാർക്കറ്റ് ഷെയർ കൂടിയോ, പുതിയ സ്ഥലങ്ങളിലേക്ക് ബിസിനസ് വളർത്താൻ പറ്റിയോ, ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഈ KPIകൾ. ഓക്കെ, അപ്പൊ നമ്മൾ പണത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി ലാഭത്തിനപ്പുറം ഒരു പാർട്ട്ണർഷിപ്പ് നമ്മുടെ ബിസിനസിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഓപ്പറേഷണൽ കാര്യങ്ങളും ബ്രാൻഡ് ഹെൽത്തും. ഒരു നല്ല പാർട്ട്ണർഷിപ്പ് നമ്മുടെ ദൈനംദിന ജോലികൾ കൂടുതൽ എളുപ്പമാക്കണം, കാര്യക്ഷമത കൂട്ടണം. നമ്മുടെ ഡെലിവറി വേഗത കൂടിയോ, ഒരുമിച്ച് തുടങ്ങിയ പ്രൊജക്റ്റുകൾ സമയത്തിന് തീർന്നോ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂടിയോ, ഇതൊക്കെയാണ് ഓപ്പറേഷണൽ KPIകൾ. നമ്മുടെ ബ്രാൻഡിന്റെ ശബ്ദം കൂടുതൽ പേരിലേക്ക് എത്തുന്നുണ്ടോ, അതാണ് ഇവിടുത്തെ ചോദ്യം. ഒരുമിച്ച് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ പുതിയ ലീഡുകൾ വരുന്നുണ്ടോ, സോഷ്യൽ മീഡിയയിലോ മറ്റു മാധ്യമങ്ങളിലോ നമ്മുടെ ബ്രാൻഡിനെക്കുറിച്ച് കൂടുതൽ സംസാരമുണ്ടാകുന്നുണ്ടോ, ഇതെല്ലാം നമ്മുടെ ബ്രാൻഡ് വളരുന്നതിന്റെ സൂചനയാണ്. ഇനി പറയുന്ന കാര്യം ഒരുപക്ഷേ എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ്, പാർട്ട്ണർമാർ തമ്മിലുള്ള ബന്ധം. ആ റിലേഷൻഷിപ്പ് ഹെൽത്തി അല്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് അതും നമ്മൾ അളക്കണം. നമ്മുടെ പാർട്ട്ണർ ഹാപ്പിയാണോ, നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, സഹകരണം നല്ല രീതിയിലാണോ പോകുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നോക്കൂ, ഇതൊരു സിമ്പിൾ സർവേയുടെ റിസൾട്ടാണ്. 75% പാർട്ട്ണർമാരും സംതൃപ്തരാണ്. അത് കൊള്ളാം. പക്ഷെ കണ്ടോ, ഒരു 5% ആളുകൾക്ക് തൃപ്തിയില്ല. അതെന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ച് പരിഹരിച്ചാൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് കൂടുതൽ ശക്തമാക്കാം. ഇതാണ് ഡാറ്റയുടെ പവർ. ശരി, അപ്പോ എന്തൊക്കെയാണ് അളക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ കിട്ടിയ നമ്പറുകളും വിവരങ്ങളും വെറുതെ നോക്കിയിരുന്നാൽ മതിയോ? പോരാ. ഇത് വെച്ച് എങ്ങനെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താമെന്ന് നോക്കാം.
ഓർക്കേണ്ട ഒരു കാര്യം, ഡേറ്റ ശേഖരിക്കുന്നത് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. അതിന്മേൽ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതിന് കൃത്യമായ ഒരു സിസ്റ്റം വേണം. എപ്പോഴാണ് റിവ്യൂ ചെയ്യേണ്ടത്, ആരാണിതിന് ഉത്തരവാദി, അടുത്ത മീറ്റിംഗ് എപ്പോഴാണ്, ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഈ കാണുന്ന ടേബിൾ ഒരു സിമ്പിൾ ടൂളാണ്, പക്ഷെ വളരെ പവർഫുൾ ആണ്. നിങ്ങളെ ഡേറ്റയെ ആക്ഷനാക്കി മാറ്റാൻ ഇത് സഹായിക്കും. എന്താണ് നന്നായി പോകുന്നത്, എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അടുത്തതായി എന്ത് ചെയ്യണം, ഇങ്ങനെ 3ആയിട്ട് തിരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്കെത്തി. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കുന്ന ഒരൊറ്റ ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മുടെ പാർട്ട്ണർഷിപ്പുകൾ, അത് സാമ്പത്തികമായാലും പ്രവർത്തനപരമായാലും സ്ട്രാറ്റജിക്കലായാലും ബിസിനസ്സിന് ശരിക്കും മൂല്യം നൽകുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉത്തരം കണ്ടെത്താനാണ് ഈ KPI സ്കോർ കാർഡ് നമ്മളെ സഹായിക്കുന്നത്. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു.